ഈശോയുടെ ഹല്ലേലൂയ മരിയ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം തൊട്ട് 13 വാക്യം വരെ. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ തങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവൻ വിട്ടുപോയി. ഹല്ലേലൂയ മരിയ. ഈ ബൈബിൾ വാക്യങ്ങൾ വായിക്കുന്നത് നമ്മൾ മനസ്സിലാവുന്ന ഇതിൻ്റെ സിറ്റുവേഷൻ ജോർദാനിൽ മാമോദിസ സ്വീകരിച്ച് കഴിഞ്ഞ് സ്വീകരിച്ച് കഴിഞ്ഞ് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രാർത്ഥിക്കാനായിട്ട്. അതിനുശേഷം 40-ാമത്തെ ദിവസം സാത്താൻ അവിടെ എത്തി യേശുവിനെ പരീക്ഷിക്കാനായിട്ട്. അങ്ങനെ പരീക്ഷിക്കാനായിട്ട് യേശുവിനെ എത്തിയപ്പോൾ യേശു പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണിത്. അതായത്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ പോയി. അപ്പോൾ അതിനർത്ഥം എന്താണ്? യേശു ദൈവമാണ് എന്നിവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ ലീഗലിസ്റ്റാണ്, നിയമമാണ് മറ്റേ സാത്താൻ്റെ മെയിൻ ആയുധം. അതിനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയുന്നതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഒരു രീതി. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതേ നിയമം വെച്ച് തന്നെയാണ് ഈശോ മറുപടി കൊടുത്തതും. നിന്റെ ദൈവമായ കർത്താവ് നീ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൂടെ അവന് കൃത്യമായിട്ട് വീണ്ടും ആ നിയമം അവന് ഓർമ്മ വന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവായ യേശുവിനെ പരീക്ഷിക്കാൻ നിൽക്കരുത് എന്ന് അവന് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് അവൻ പോയത്. അപ്പോൾ ഈ ബൈബിൾ വാക്യത്തിലൂടെ യേശു പറഞ്ഞത് ഞാൻ ദൈവമാണ് എന്ന് തന്നെയാണ്. ഈശോ നമുക്ക് ആരാധിക്കാൻ സ്നേഹം കൃപയോടെ 10 അനുസരണത്തോടെ